ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാളെ പെരുന്നാളാണല്ലേ, മാസം കണ്ടിട്ടൊന്നുമില്ല, എന്നാലും നമ്മുടെയൊക്കെ കാലത്ത് നാളെ പെരുന്നാളാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുത്ത വീട്ടിലത്തെ കുട്ടികൾ വന്നിട്ട് മൈലാഞ്ചി ഇട്ടരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എൻ്റെ ഈ കാട്ടുകൂടൊക്കെ പോകണമെന്ന്. കാടല്ല, റബ്ബറും തോട്ടാണ്. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് ഇതിലൂടെ എത്തും, അതാണ് കേട്ടോ അവരുടെ വീട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവർ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ മൈലാഞ്ചി. പിന്നെ ഇതിന് കളറില്ലാന്നും പറഞ്ഞ് നമ്മുടെ നോർമൽ ബിഗ് ബി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അതൊക്കെ വാങ്ങിയതാണ്. നൈസായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്തിരിക്കാമെന്നാണ് വിചാരിച്ചത്. ഈ വെയിലിൻ്റെ ചൂടുകൊണ്ട് പുറത്തൊന്നും ഇരിക്കാൻ വയ്യ. അപ്പോൾ റൂമിൽ എസിയും ഫാനൊക്കെ ഇട്ട് നല്ല കൂളായിട്ട് ഇടുന്നുണ്ട്. എല്ലാ പെരുന്നാളിനും ഞാൻ തന്നെ ഇവരുടെ കൈ കൊളാക്കണം എന്നുള്ളത് ഇവർക്കൊരു ഇതാണ് കേട്ടോ. ഞാൻ വലിയ മെഹന്തി ഇടാനൊന്നും എനിക്ക് വലിയ അറിയൊന്നുമില്ല, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ചിലതൊക്കെ കൊളാവും, ചിലതൊക്കെ ഇടയ്ക്കൊക്കെ നന്നാവും, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ആ ഒരു കൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കൈയാണിത്. ഇതെനിക്ക് കുറച്ചുകൂടെ ബെറ്ററായി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബിഗ് ബി ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അത് കട്ട പിടിക്കുന്നുണ്ട്, അത് പൂക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതാ ഞാൻ അതങ്ങനെ ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല. കുട്ടികൾ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു കൈയും ഫുള്ളായിട്ടുണ്ട്. ബെറ്ററാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ വേറൊരു ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. 3 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ, അവർക്കൊക്കെ ഇട്ട് കൊടുത്തു. വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത്. കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഇട്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് ഞാൻ ഇറങ്ങി. ഇതാണ് എൻ്റെ കയ്യിൻ്റെ ഒരു അവസ്ഥ, ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.